കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയില്ല. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ ദൈവത്തെ ഉൾക്കൊള്ളാനും ദൈവികതയിൽ ജീവിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുക. സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം സമാധാനപൂർണവും ശാന്തവുമായ ഇഹലോക ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ദൈവം നമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിൽ അമാനുഷികമായ അസാധാരണമായ ചില സ്വഭാവങ്ങളൊക്കെ വെളിപ്പെട്ടു വരുന്നത്. മനുഷ്യൽ തന്നെ അസാധാരണമായ സ്വഭാവം ഒരു പക്ഷേ പ്രകടിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന് മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. യെരൂശലേം ദേവാലയത്തിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യാത്ര ചെയ്യുന്ന യേശുവിനെ കുറിച്ചും ഓശാന പെരുന്നാളിനെ കുറിച്ചുമൊക്കെ വേദപുസ്തകത്തിൽ നാം വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. മനോഹരമായ ഒരു ഭാവന അതുമായി ബന്ധപ്പെട്ട് ഒരു സാഹിത്യകാരൻ പങ്കുവച്ചിട്ടുണ്ട്. യെരൂശലേം ദേവാലയത്തിലേക്കുള്ള തന്റെ രാജകീയമായ എഴുന്നള്ളത്തിന് ഉപയോഗിച്ച കഴുതക്കുട്ടി അതൊരു അനുഗ്രഹിക്കപ്പെട്ട കഴുതക്കുട്ടിയായിരുന്നു. സമാധാനത്തിന്റെ പ്രതീകമായിട്ടാണ് അന്ന് കഴുതക്കുട്ടിയെ വിലയിരുത്തിയിരുന്നത്. സമാധാനത്തിന്റെ പ്രഭുവായ യേശുക്രിസ്തു ആ മൃഗത്തിന്റെ മുകളിൽ കയറിയിരുന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ജനക്കൂട്ടമെല്ലാം ഓശാന പാടി ഒലിവ് ചില്ലകൾ എടുത്ത് അന്തരീക്ഷത്തിൽ ഉയർത്തി ആട്ടി പാതയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച് യേശുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഓശാന പാടി ആർത്ത് അട്ടഹസിക്കുകയുമാണ്. സാഹിത്യകാരന്റെ ഭാവനയിൽ യേശുക്രിസ്തുവിന് കിട്ടിയ അതേ ബഹുമാനവും ആദരവും കഴുതക്കുട്ടിക്കും കിട്ടിയെന്നാണ് കഴുതക്കുട്ടി ധരിച്ചിരുന്നത്. യെരൂശലേം ദേവാലയം വരെ യേശുക്രിസ്തു യാത്ര ചെയ്യുന്നത് കഴുതക്കുട്ടിയുടെ പുറത്താണ്. അവിടെ വെച്ച് ആ കഴുതക്കുട്ടിയുടെ പങ്കാളിത്തം അവസാനിക്കുകയാണ്. എന്നാൽ അതിന് ശേഷമുള്ള ആ കഴുതക്കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ഈ സാഹിത്യകാരൻ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാവനയാണ്. തലേന്ന് തന്റെ മുകളിൽ ആരൂഢനായിരുന്ന ലോകത്തിന്റെ രക്ഷിതാവായ ജനം ദാവീദ് പുത്രനെ നാർത്ത് അട്ടഹസിച്ച യേശുക്രിസ്തു സഞ്ചരിച്ച ഈ കഴുതക്കുട്ടി പിറ്റേന്ന് ഞാൻ ആരൊക്കെയാണെന്ന് ധരിച്ച് തെരുവിലൂടെ നടക്കാനായിട്ട് തുടങ്ങി. അവൻ ഏറെ ദൂരം ചെന്നിട്ടും അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല, അവനെ ആരും ഗൗനിക്കുന്നില്ല. ആ കഴുതക്കുട്ടി തന്റെ ദുഃഖം അതിന്റെ അമ്മയോട് പങ്കുവെക്കുകയാണ്. എന്റെ പുറത്ത് കയറി യാത്ര ചെയ്ത യേശുക്രിസ്തു എത്ര സുരക്ഷിതമായിട്ടാണ് യാത്ര ചെയ്തത്. ഞാൻ എത്രയോ ശ്രദ്ധയോടുകൂടിയാണ് അവനെ യെരൂശലേമിൽ എത്തിച്ചത്. പക്ഷെ അതിനുശേഷം ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ചെയ്ത ശ്രേഷ്ഠമായ കാര്യത്തെ ആരും തിരിച്ചറിയുന്നില്ല. ഞാൻ ഏറെ സങ്കടത്തിലും നിരാശയിലുമായിരിക്കുന്നുവെന്ന് ആ കഴുതക്കുട്ടി അതിൻ്റെ അമ്മയോട് പറയുകയാണ്. ഉടനെ അമ്മ പറഞ്ഞു, കുഞ്ഞെ, നിന്റെ മുകളിലിരുന്ന ആളിന്റെ വലിപ്പമാണ് നിന്റെ വലിപ്പമായിരുന്നത്.
നിന്റെ പുറത്ത് കയറി ലോകത്തിന്റെ സമാധാന പ്രഭു യാത്ര ചെയ്തപ്പോൾ നിനക്ക് മാന്യത ലഭിച്ചു. നിന്റെ ആളുകൾ ശ്രദ്ധിച്ചു. ചരിത്രത്തിൽ പോലും നിനക്കറിയപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി. ഇനിയുള്ള തലമുറകളൊക്കെ നിന്നെ കുറിച്ചും കൂടി ചിന്തിക്കും. പക്ഷേ യേശു ഇല്ലാത്ത ജീവിതം, യേശു നിന്റെ പുറത്ത് ഇല്ലെങ്കിൽ നീ സാധാരണ ഒരു കഴുതുകുട്ടി മാത്രമാണ്. നീ എത്ര കഴിവും സാമർഥ്യമുണ്ടെന്ന് പറഞ്ഞാലും നിന്റെ പുറത്ത് ക്രിസ്തു ഇരുന്നപ്പോൾ നിനക്കുണ്ടായിരുന്ന ആദരവും ബഹുമാനവും നിനക്കിനി ലഭിക്കുകയില്ല. അപ്പോഴാണ് കഴുതക്കുട്ടിക്ക് ഒരു സ്വയാവബോധമുണ്ടായത്. താൻ ആരാണെന്നും താൻ എന്താണെന്നും കഴുതക്കുട്ടി തിരിച്ചറിയുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവം നമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മിൽ ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിന്റെ അഭിഷേകം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് ആത്മാവിന്റെ ഫലങ്ങളായ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. ദൈവത്തെ വഹിക്കുന്നവരായി ഞാനും നിങ്ങൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ ശ്രേഷ്ഠമായി തീരുകയുള്ളൂ. ദൈവമില്ലാത്ത മനുഷ്യൻ, ദൈവ സാന്നിധ്യമില്ലാത്ത ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ, ദൈവ കേന്ദ്രീകൃതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് ഏറെ കുറവുകളാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വഹിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായിരിക്കാം. ദൈവത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ, യാത്രയിലുടനീളം ദൈവത്തെ വഹിക്കുന്ന നല്ല വിശ്വാസ മാതൃകളായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മിൽ കുടികൊള്ളുമ്പോഴാണ് നമുക്ക് വ്യക്തിത്വവും നമുക്ക് മഹനീയതയും കൈവരികയുള്ളൂ. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് നിറയാം. ദൈവത്തെ വഹിക്കുന്ന നല്ല മാതൃകകളായി നമുക്ക് നിലനിൽക്കാം. അതിന് സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.